ഇപ്പൊ ചിലപ്പോഴെങ്കിലും ചില ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ, അതായത് കിഡ്നി ഫംഗ്ഷൻ ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപ്പ് ഭയങ്കരമായിട്ട് നിയന്ത്രിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളത്. അങ്ങനെ അത് പറയുന്നത് എത്രമാത്രം സത്യമാണ്? അത് ഈ ഉപ്പും കിഡ്നിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അല്ല, ഉപ്പിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഉപ്പ് കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഉപ്പ് സ്ഥിരമായി കിട്ടുന്ന സാധനമായിരുന്നില്ല. വളരെ അതിട്ട് ഈ എന്ന് പറഞ്ഞാൽ റോയൽ ഫാമിലീസ്, അങ്ങനെ നോബിൾ, അവർക്കൊക്കെ മാത്രമേ ഈ ഉപ്പിൻ്റെ അംശം കിട്ടാറുള്ളത്. സാധാരണ ആൾക്കാർക്ക് ഉപ്പ് കിട്ടാൻ വലിയ പാടായിരുന്നു, വളരെ കോസ്റ്റ്ലി ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ കിഡ്നി ശരിക്കും പറഞ്ഞാൽ ഈവൻ പ്രീ ഹിസ്റ്റോറിക് ടൈംസിൽ കിഡ്നി ഇവോൾവ് ചെയ്ത സമയത്ത് മനുഷ്യർക്ക് ഉപ്പ് കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഇവോൾവ് ചെയ്തത്. അപ്പോൾ കിഡ്നി ഇവോൾവ് ചെയ്തിരിക്കുന്ന ഉപ്പ് കൂടുതൽ. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ് നമുക്ക് അമിതമായി കഴിക്കാൻ എല്ലാത്തിലും ഉപ്പുണ്ട്. ഉപ്പ് നമുക്ക് ഒരു പ്രശ്നമേ അല്ല, വളരെ ചീപ്പുമാണ്. അതുകൊണ്ട് എല്ലാ ആഹാരത്തിലും ഉപ്പുണ്ട്. നമ്മുടെ കിഡ്നി ഇവോൾവ് ചെയ്യുന്നത് ഇത്രയും ഉപ്പ് ഹാൻഡിൽ ചെയ്യാനല്ല. അതുകൊണ്ട് ഉപ്പ് കൂടുതൽ കഴിക്കുമ്പോൾ പ്രോബ്ലംസ് വരാം. മോസ്റ്റ് കോമൺ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, അമിത രക്തസമ്മർദ്ദം. അത് ഈ ഹൈപ്പർ ടെൻഷനാണ് നമ്മുടെ ഏറ്റവും ഇതിലുള്ള പ്രോബ്ലം. മാത്രമല്ല നമ്മൾ പറയുന്നപ്പോൾ ഈവൻ നോർമൽ ഇന്ത്യൻ ഡയറ്റിൽ ഒരു 10 to 12 gram സോൾട്ട് ഉണ്ട് പെർ ഡേ. പക്ഷേ അത് കൂടുതലാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 gram സോൾട്ടാണ്. അതായത് 1 ടീസ്പൂൺ ഉപ്പാണ് ഒരു ദിവസത്തെ ആഹാരം. അതാണ് നമുക്ക് ഐഡിയൽ ഡയറ്റ് ഒരു ദിവസത്തെ. പിന്നെ ചില അസുഖങ്ങളുണ്ട് ഉപ്പ് ലൂസ് ചെയ്യുന്ന കിഡ്നിയിൽ, അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ ഉപ്പ് കൂടുതൽ വേണ്ടി വരും. പക്ഷെ വളരെ ചുരുക്കം ആൾക്കാരാണത്. അല്ലാണ്ട് സാധാരണ ജനത്തിന് എല്ലാവർക്കും ഇത്ര ഉപ്പ് കഴിച്ചാൽ മതി. ഉപ്പ് സാർ പറഞ്ഞ ശരിയാണ്. ഗൈഡ് ലൈൻസ് എല്ലാം പറയുന്നത് 4 to 5 gram സോൾട്ട് പെർ ഡേ എന്നാണ്. ഈ 5 gram എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപ്പിട്ട് പാകം ചെയ്തിട്ട് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഉപ്പുണ്ടെന്ന് ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ ഈ കറിക്ക് ഉപ്പില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഉപ്പേ കാണുള്ളൂ. നമ്മൾ ഉപ്പിട്ട് പാകം ചെയ്യുവാണെങ്കിൽ ഈ 5 gram സോൾട്ട് എന്ന് പറയുന്നത് വളരെ കുറച്ചേ വരുള്ളൂ. അപ്പൊ ഈ പിക്കിള് അങ്ങനത്തെ 12 gram സോൾട്ട് വരെ നമ്മുടെ നോർമൽ ഡയറ്റിലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് നമ്മുടെ ഇപ്പോഴത്തെ ഡയറ്റിൽ ഉപ്പില്ലാതെ നമ്മൾ ഉപ്പില്ലാതെ അല്ല, ഒരു പിക്കിള് പപ്പടം ഒന്നും ഇല്ലാതെ നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 8 gram സോൾട്ടോളം നമുക്ക് കിട്ടും. പിന്നെ ഒരു പിക്കിളോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും കൂടെ നമ്മുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ 12 അപ്പുറത്തോട്ട് പോകും നമ്മുടെ ഫുഡിൽ ഉപ്പ്. അപ്പം അത്രയൊന്നും സോൾട്ട് നമുക്ക് ആവശ്യമില്ല ആക്ച്വലി. വളരെ കുറച്ച്, ഇപ്പം ഒരു പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുണ്ടെന്നൊരു നേരിയ തോന്നലിലുള്ള ഉപ്പ് കഴിച്ചാൽ മതി, അത്രയും ഓക്കെ. ഇതിപ്പോ നമ്മള് രാവിലെ ഉച്ചയ്ക്കോ രാത്രിയായിട്ട് എന്തായാലും ഒരു 15 gram കൂടുതലായിട്ട് നമ്മളിപ്പോ ഒരു എക്സ്ട്രാ സോൾട്ട് കഴിക്കുന്നവരാണെങ്കിൽ ചിലപ്പം കറികൾക്കകത്ത് കൂടാതെ ചിലർ ചോറിനകത്ത് ഉപ്പിടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം സോൾട്ടിന്റെ അളവ് 10 gram കൂടി പോകും. എനിക്ക് തോന്നുന്നു മലയാളിയുടെ നമ്മളൊരു കൾച്ചർ അനുസരിച്ചിട്ടേ ഭൂരിഭാഗം പേര് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ചോറിലടക്കം ഉപ്പിടാറുണ്ട്. പിന്നെ ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കുന്നവര്, ഇപ്പം ചോറ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലില് കുറെ പേര് ഡയറ്റ് നോക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് കറികൾ കൂടുതൽ കഴിക്കുന്നുണ്ട്. ചോറിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ചോറിനേക്കാൾ കൂടുതലല്ല, ചോറിന് സമം വരുന്ന രീതിയിലുള്ള വെജിറ്റബിൾസ് കറികൾ കഴിക്കുന്നു. അങ്ങനെ വരുമ്പോഴും നമ്മുടെ ടോട്ടൽ സോൾട്ട് ഇൻടേക്ക് കൂടും, നമ്മളൊരു നോർമൽ സോൾട്ടിലൊക്കെ കറി വെക്കുകയാണെങ്കിൽ. ഓക്കെ.